നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആരെങ്കിലും ഇരുന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ടെന്ന്? സത്യം പറയണം, നമ്മൾ കുറേ നാളായി വിചാരിക്കും, ഷെടാ കയ്യിലൊരു എമർജൻസി ഫണ്ട് പോയിട്ട് ഒരു 5 പൈസ തികച്ചെടുക്കാനില്ലല്ലോ, ഇനി അങ്ങനെ പറ്റില്ല. വണ്ടിക്കൂലിയിലും ചായ കുടിയിലും ഒക്കെ കാശ് ലാഭിച്ച് ഒരു 20,000 രൂപ എമർജൻസി ഫണ്ട് ഉണ്ടാക്കിയിട്ടേ ബാക്കി കാര്യമുള്ളൂ. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ആഗ്രഹങ്ങളൊക്കെ അടക്കി പിടിച്ച് നമ്മൾ ആ 20,000 രൂപ അക്കൗണ്ടിൽ ഒപ്പിച്ചു വെക്കും. ഒരു ഫിനാൻഷ്യൽ കിങ് ആയ ഒരു ഫീലൊക്കെ മനസ്സിൽ വരുന്ന കറക്റ്റ് ദിവസം ഒന്നെങ്കിൽ വീട്ടിലെ ഫ്രിഡ്ജ് അടിച്ചു പോകും, അല്ലെങ്കിൽ ബൈക്കിൻ്റെ ചെയിൻ സോക്കറ്റ് പൊട്ടും. അതുമല്ലെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ഏതെങ്കിലും ഒരു ഫ്രണ്ടോ കസിനോ വന്ന് പറയും, അളിയ ഒരു 15,000 രൂപ അർജൻറ്റായിട്ട് വേണം, നാളെ തരാമെന്ന്. ഈ നാളെ തരാൻ പിന്നെ നടക്കില്ല. അതിലേറ്റവും വലിയ കോമഡി എന്താണെന്നറിയാമോ? കയ്യിൽ കാശില്ലാത്ത സമയത്ത് ഈ ബൈക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ നല്ല വെണ്ണ പോലെ ഓടുന്നുണ്ടാകും, ഈ ഫ്രിഡ്ജ് സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ കയ്യിൽ കാശില്ലാത്തപ്പോൾ വരാത്ത എന്ത് എമർജൻസിയാണ് നമ്മൾ 2 രൂപ എടുത്തു വെക്കുമ്പോൾ മാത്രം വരുന്നത്? ഇനി ഇതില്ലെങ്കിലോ നമ്മൾ ആരോടെങ്കിലും കടം വാങ്ങി ആ എമർജൻസി മാറ്റും, വീണ്ടും കാശുണ്ടാക്കി വെക്കുമ്പോൾ വീണ്ടും അടുത്ത എമർജൻസി. എന്തുകൊണ്ടാണ് ഈ ലൂപ്പ് ഇങ്ങനെ തുടരുന്നത്? ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ജാതകം ശരിയല്ല, തലവര ശരിയല്ല എന്നൊക്കെ. കൂടുതൽ എന്തിനു പറയണം, പേഴ്സണൽ ഫിനാൻസ് വീഡിയോകൾ എന്നും ചെയ്യേണ്ടി വരുന്ന ഞാൻ കുറച്ച് നാൾ മുൻപ് ഒരു കടുത്ത തീരുമാനമെടുത്തു, കുറച്ചൊക്കെ സ്വന്തം ജീവിതത്തിലും പ്രാക്ടീസ് ചെയ്യണമെന്ന്. അതിനുവേണ്ടി എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കോഫി കുടി വരെ ഒഴിവാക്കി കുറച്ച് എമൗണ്ട് ഞാൻ സേവ് ചെയ്ത് തുടങ്ങി. കൃത്യം 8,000 രൂപയായപ്പോൾ എനിക്കൊരു തലവേദന വന്നു. ഹോസ്പിറ്റലിൽ പോയി MRI എടുക്കാൻ പറഞ്ഞു. മാസങ്ങളുടെ സേവിങ്സ് മണിക്കൂറിൽ തീർന്നു കിട്ടി. സ്വന്തം തലയെയും തലവരെയും ജീവിക്കുന്ന പ്രകൃതിയെ വരെ ഞാനന്ന് മനസ്സിൽ സ്മരിച്ചു പോയി. പക്ഷേ ഇവിടെ പ്രശ്നം പ്രകൃതിയുടേതല്ല, നമ്മുടെ സ്വന്തം തലച്ചോറിൻ്റേതാണ്. ഫിനാൻഷ്യൽ ഇൻഫ്ലുവൻസർമാർ വന്ന് പറയും പോലെ 6 മാസത്തെ ലിവിങ് എക്സ്പെൻസ് എടുത്ത് ഒരു ബാങ്കിൽ സേവ് ചെയ്യണം എന്ന് പറയുന്നത് പോലെ അത്ര എളുപ്പമല്ല ഈ കാര്യങ്ങളൊന്നും. കാരണം നമ്മൾ മനുഷ്യർ ഒരു മാത്സ് ഇക്വേഷൻ ഒന്നും അല്ല, നമ്മൾ കുറേ സൈക്കോളജിക്കൽ ബയാസുകളുടെ ഒരു കൂട്ടമാണ്. വെൽക്കം ടു ദി പ്രോഫിറ്റ് ന്യൂസ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ എമർജൻസി ഫണ്ടുകളെ വിഴുങ്ങുന്ന ആ വിചിത്രമായ സൈക്കോളജിയെക്കുറിച്ചും അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നതിനെക്കുറിച്ചുമാണ്. നമ്മുടെ കയ്യിൽ കാശില്ലാത്തപ്പോൾ നമ്മുടെ തലച്ചോറ് പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേക രീതിയുണ്ട്. ഇതിനെ ഹാർഡ്വേർഡ്, പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റികളിലെ ശാസ്ത്രജ്ഞന്മാർ വിളിക്കുന്നത് സ്കേർസിറ്റി മൈൻഡ് സെറ്റ് അഥവാ ദാരിദ്ര്യ ചിന്താഗതി എന്നാണ്. കയ്യിൽ 1 രൂപ പോലും ഇല്ലാത്ത അവസ്ഥയിൽ നമ്മൾ കടുത്ത ഫിനാൻഷ്യൽ സ്ട്രെസ്സിലായിരിക്കും. ആ സമയത്ത് തലച്ചോറിൻ്റെ ചിന്താശേഷി അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ബാൻഡ്വിഡ്ത്ത് വലിയ രീതിയിൽ ചുരുങ്ങിപ്പോകും. കൃത്യമായി പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ IQ ലെവലിൽ 13 പോയിന്റിൻ്റെ വരെ കുറവ് ഈ സ്ട്രെസ് ഉണ്ടാക്കും. ഈ സമയത്ത് തലച്ചോറ് ടണൽ വിഷൻ എന്ന അവസ്ഥയിലേക്ക് മാറും. അതായത് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രം കാണുക, ബാക്കിയെല്ലാം ബോധപൂർവം മറന്നു കളയുക. ഉദാഹരണത്തിന്, കയ്യിൽ ഒട്ടും കാശില്ലാത്തപ്പോൾ നിങ്ങളുടെ ബൈക്കിൽ നിന്നൊരു ചെറിയ കരകര ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തലച്ചോറ് പറയും, ഓ അത് സാരമില്ല, വണ്ടി ഓടുന്നുണ്ടല്ലോ തൽക്കാലം, അത് മൈൻഡ് ചെയ്യണ്ട. അല്ലെങ്കിൽ നിങ്ങളുടെ പല്ലിൽ ഒരു ചെറിയ വേദന വന്നാൽ തലച്ചോറ് പറയും, ഇപ്പോൾ ഡോക്ടറെ കാണാൻ കാശില്ല, ഒരു ചൂടുവെള്ളമൊക്കെ കുടിച്ച് തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ വരാൻ പോകുന്ന വലിയ എമർജൻസികളെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ട് നമ്മൾ ബോധപൂർവം അവഗണിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ കഥ മാറുന്നത് നമ്മൾ കഷ്ടപ്പെട്ടൊരു 20,000 രൂപ അക്കൗണ്ടിൽ സേവ് ചെയ്യുമ്പോഴാണ്. ഈ കാശ് അക്കൗണ്ടിൽ വന്ന സെക്കൻഡിൽ നമ്മുടെ തലച്ചോറിനൊരു കാര്യം മനസ്സിലാകും, ഹാവു ഇപ്പം കയ്യിൽ കാശുണ്ട്. ആ നിമിഷം തലച്ചോറിലെ ആ സ്ട്രെസ് മാറി ടണൽ വിഷൻ അങ്ങ് വികസിക്കും. അതുവരെ നമ്മൾ ഒതുക്കി വെച്ചിരുന്ന പ്രശ്നങ്ങൾ ഓരോന്നായി തല പൊക്കാൻ തുടങ്ങും. വണ്ടിയിലെ ആ ചെറിയ ശബ്ദം പെട്ടെന്ന് വലിയ പ്രശ്നമായി നമുക്ക് തോന്നും. നമ്മൾ നേരെ വർക്ക്ഷോപ്പിലേക്ക് വണ്ടി വിടും. പല്ലിലെ ചെറിയ വേദന വലുതാകും. നമ്മൾ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോകും. യഥാർത്ഥത്തിൽ എമർജൻസി പുതിയതായി ഉണ്ടായതല്ല. കയ്യിൽ കാശ് വന്നപ്പോൾ അതുവരെ നമ്മൾ മൈൻഡ് ചെയ്യാതിരുന്ന കാര്യങ്ങളെ എമർജൻസിയായി നമ്മുടെ തലച്ചോറ് റീക്ലാസിഫൈ ചെയ്തതാണ്. ഇനി ഇതിനു പിന്നിൽ വലിയൊരു സൈക്കോളജിക്കൽ എക്സ്പെരിമെൻ്റ് കൂടിയുണ്ട്, മെൻ്റൽ അക്കൗണ്ടിങ്. നോബൽ സമ്മാനം നേടിയ റിച്ചാർഡ് താലർ കണ്ടെത്തിയ ഒരു തത്വമാണിത്. നമ്മൾ മനുഷ്യർ എല്ലാ കാശിനെയും ഒരുപോലെ അല്ല പോലും കാണുന്നത്. നമ്മൾ കഷ്ടപ്പെട്ട് മാറ്റിവെച്ച ആ 20,000-നെ നമ്മൾ വിളിക്കുന്നത് എമർജൻസി ഫണ്ട് എന്നാണ്. പക്ഷേ നമ്മുടെ ഉപബോധ മനസ്സിന് അതൊരു ഫ്രീ ക്യാഷ് അല്ലെങ്കിൽ ഒരു സുരക്ഷിത ബെൽറ്റ് ഒക്കെയാണ് പോലും. ഇനി ഇതിനു പിന്നിൽ മറ്റൊരു ഫിനാൻഷ്യൽ ലോ കൂടിയുണ്ട്, പാർക്കിൻസൺസ് ലോ. നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളത് വരുമാനം കൂടുന്നതിനനുസരിച്ച് ചെലവുകളും കൂടും എന്നാണല്ലോ. എന്നാൽ ഇതിനൊരു സൈക്കോളജിക്കൽ സൈഡുണ്ട്. നമ്മുടെ അക്കൗണ്ടിൽ ഇരിക്കുന്ന കാശിൻ്റെ അളവിനനുസരിച്ച് എമർജൻസികളുടെ വലിപ്പവും കൂടും. നിങ്ങളുടെ എമർജൻസി ഫണ്ട് നിങ്ങളുടെ റെഗുലർ ബാങ്ക് അക്കൗണ്ടിലോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്താൽ എടുക്കാൻ പാകത്തിനോ ആണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഇതിനെ ഒരു ബഫർ കാശായിട്ടാണ് കാണുക. അതായത് നമ്മൾ കുറച്ച് കൂടുതൽ പണമുള്ളവരാണെന്ന്. ഒരു അപ്രതീക്ഷിത കല്യാണം വരുന്നു, അങ്ങോട്ട് പോകാൻ ഒരു പുതിയ ഡ്രസ്സ് എടുക്കണം. കയ്യിൽ ശരിക്കുള്ള ബഡ്ജറ്റ് ഇല്ലെങ്കിൽ തലച്ചോറ് പതുക്കെ പറയും, അതിനെന്താ ആ എമർജൻസി ഫണ്ടിൽ നിന്ന് കുറച്ചെടുക്കാം, ഇതൊരു എമർജൻസി തന്നെയല്ലേ, കല്യാണത്തിന് നല്ല ഡ്രസ്സ് ഇല്ലാതെ പോകാൻ പറ്റുമോ?
അങ്ങനെ യഥാർത്ഥ എമർജൻസി അല്ലാത്ത കാര്യങ്ങൾ പോലും എമർജൻസി എന്ന ലേബലിൽ വന്ന് നിങ്ങളുടെ ഫണ്ട് ചോർത്തിക്കൊണ്ടേയിരിക്കും. ചില വീഡിയോകളിൽ ഫിനാൻഷ്യൽ ഗുരുക്കന്മാർ പറയുന്നത് കേട്ടാൽ തോന്നും നമ്മളൊക്കെ എന്തോ റോബോട്ടുകളാണെന്ന്. നിങ്ങളൊരു എക്സൽ ഷീറ്റ് ഉണ്ടാക്കൂ, അതിൽ 6 മാസത്തെ കാശ് കൃത്യമായി മാറ്റിവെക്കൂ. കേൾക്കാൻ നല്ല സുഖമുണ്ട്, പക്ഷെ അത് വർക്കാവില്ല. കാരണം അവർ ബാങ്കിങ് ആപ്പുകളിലെ ഫിനാൻഷ്യൽ ഫ്രിക്ഷൻ എന്ന കോൺസെപ്റ്റിനെ കുറിച്ച് പറയാറില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ എമർജൻസി ഫണ്ട് ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ നമ്മുടെ തലച്ചോറിനോട് തന്നെ കുറച്ച് കള്ളക്കളി കളിക്കണം. അതിനുള്ള 2 മെത്തേഡുകൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ എമർജൻസി ഫണ്ട് നിങ്ങളുടെ മെയിൻ അക്കൗണ്ടിൽ വെക്കരുത്. ഗൂഗിൾ പേയോ ഫോൺ പേയോ കണക്ട് ചെയ്യാത്ത, ഒരു ATM കാർഡ് പോലും കയ്യിലില്ലാത്ത തികച്ചും വ്യത്യസ്തമായ ഒരു ബാങ്കിൽ വേണം ഈ ക്യാഷ് ഇടാൻ. ഒരു എമർജൻസി വന്നാൽ ആ ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ നേരിട്ട് പോകണം. അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് വഴി ട്രാൻസ്ഫർ ചെയ്താൽ കയ്യിൽ കിട്ടാൻ 2 ബിസിനസ് ഡേയ്സ് എങ്കിലും എടുക്കണം എന്ന രീതിയിലുള്ള കടുത്ത ഫ്രിക്ഷൻ നിങ്ങൾ തന്നെ ഉണ്ടാക്കണം. കാശ് എടുക്കാൻ അത്രയും ബുദ്ധിമുട്ടാണെന്ന് വരുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും എമർജൻസി ആയി കൂട്ടാൻ നിങ്ങളുടെ തലച്ചോറ് സമ്മതിക്കില്ല. ഇനി മെത്തേഡ് 2, സ്പ്ലിറ്റ് ദി ബക്കറ്റ് അല്ലെങ്കിൽ ദ 2 ബക്കറ്റ് റൂൾ. എമർജൻസി ഫണ്ടിനെ ഒറ്റ പേരിൽ വിളിക്കരുത്, അതിനെ 2ആയി തിരിക്കുക. ബക്കറ്റ് A, ഇൻകൺവീനിയൻസ് ഫണ്ട്. അതായത് വണ്ടി പണിമുടക്കൽ, ഫോൺ ഡിസ്പ്ലേ പൊട്ടൽ തുടങ്ങിയ ചെറിയ ശല്യങ്ങൾ മാറ്റാൻ ഒരു 5000 അല്ലെങ്കിൽ 10000 രൂപ. ഇത് എളുപ്പമെടുക്കാൻ പറ്റുന്ന രീതിയിൽ വേണമെങ്കിൽ വെക്കാം. ഇനി ബക്കറ്റ് B, ക്രൈസിസ് ഫണ്ട്. ജോലി നഷ്ടപ്പെടുക, വലിയ മെഡിക്കൽ എമർജൻസി വരിക തുടങ്ങിയ മാരക പ്രതിസന്ധികൾക്ക് മാത്രമുള്ളത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൂർണ്ണമായും ലോക്ക് ചെയ്ത് വെക്കണം. എന്നിട്ട് അങ്ങനൊരു പൈസ നമുക്കില്ലേ ഇല്ല എന്ന് കരുതി ജീവിക്കണം. ഇടയ്ക്കിടയ്ക്കൊരു തോന്നൽ വരും, ഒന്ന് പോയി എടുത്താലോ, അതുകൊണ്ടൊരു ട്രിപ്പ് പോയാലോ എന്നൊക്കെ. പക്ഷെ തലച്ചോറിലെ ആ ടണലിനെ ഓർത്ത് അതും തരണം ചെയ്യാൻ പറ്റിയാൽ പിന്നെ തിരികെ നോക്കേണ്ടി വരില്ല. ഒരു എക്സൽ ഷീറ്റ് ഇല്ലെങ്കിലും ഏറെക്കുറെയൊക്കെ ഒരു സാമ്പത്തിക അച്ചടക്കം ഉണ്ടാക്കാൻ നമുക്ക് പറ്റും. ഇനി എനിക്കുണ്ടായ പോലെ എമർജൻസി ഫണ്ട് പാരഡോക്സ് വല്ലതും നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കോണ്ടന്റ് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ആലോചിക്കാവുന്നതാണ്.